അപ്പം നമുക്ക് തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ പലപ്പോഴും വലിയ രഥത്തിൻ്റെ കൂടെ വാഹനങ്ങൾ അകമ്പടി റോഡിലൊക്കെ തടസ്സം ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ അത്രത്തോളം വാഹനങ്ങളോട് ഇപ്പോൾ വരണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇപ്പം തന്നെ തമിഴ്നാടും കർണാടകവും ശക്തമായിട്ട് കേരളക്കാരെടുക്കുന്നതിനേക്കാൾ വലിയ പ്രാധാന്യത്തിൽ അവരെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ധാരാളം വാഹനങ്ങൾ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ വലിയ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് ഏറ്റവും നല്ലൊരു സ്പിരിച്വൽ ടൂറിസം എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് വരുമാനം കൊണ്ടുവരാൻ പറ്റുന്നൊരു സാധ്യതയായിരുന്നു. കേരള സർക്കാർ അത് എത്രത്തോളം ഉപയോഗിച്ചു എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ആ ഒരു സാധ്യത മനസ്സിലാക്കാതെ ചില ചുരുക്കം ചില ആൾക്കാർ താല്പര്യത്തിന് വേണ്ടിയിട്ട് ആണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പ്രയാഗ്രാജ് കുംഭമേള പ്രയാഗ്രാജിനുണ്ടാക്കിയ വരുമാനം കോടികളാണ്. ആ കോടികൾ തിരുനാവായക്ക് കേരളത്തിന് എല്ലാ സ്ഥലത്തു നിന്നും എത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് സത്യത്തിൽ KSRTC ഒക്കെ എല്ലാ സ്ഥലത്തു നിന്നും ബസ്സുകൾ വിടുകയാണ് വേണ്ടത്. അത്രയും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് സമയം കൊണ്ട് അവർക്ക് വലിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ സാധ്യതകളൊക്കെ സർക്കാർ മനസ്സിലാക്കണം. പൂർണ്ണമായും കുംഭമേള വിജയിപ്പിക്കേണ്ടത് സർക്കാരിൻ്റെയും കൂടി ഒരു ആവശ്യമാണ്. സർക്കാർ മനസ്സിലാക്കി ചെയ്യണം എന്നുള്ളതാണ് ഈ സമയത്ത് സർക്കാരിനോടും എല്ലാവരോടും പറയാനുള്ളത്.